നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഫ്രീ ഓൺലൈൻ കോഴ്സാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഫ്രീ ഓൺലൈൻ കോഴ്സാണ്. ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഗൈഡൻസുകളും പഠിക്കേണ്ടുന്ന മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഫാസിസ് അക്കാഡമി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS പരീക്ഷയ്ക്ക് സൗജന്യ പരിശീലനം നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഫാസിസ് അക്കാഡമിയാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ പറഞ്ഞാൽ പിന്നാലെ വന്നേക്കാം. ഇപ്പൊ നിലവിൽ നമ്മുടെ ഫാസിസ് അക്കാഡമിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കോച്ചിങ് ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് നൽകുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ഓൺലൈൻ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ. 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ ദിവസത്തെയും പഠനത്തിന്റെ രീതി എങ്ങനെയായിരിക്കണം, എങ്ങനെ പോയാൽ നമുക്ക് സമയബന്ധിതമായിട്ട് ടോപ്പിക്ക് തീർക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ താൻ പാതി ദൈവം പാതി എന്നുള്ളതാണല്ലോ ചൊല്ലി. അപ്പൊ ഞങ്ങൾ പകുതിയോളം ഭാഗങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും, ബാക്കി പകുതി കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. കാരണം കാണാമറയത്തിരുന്നു കൊണ്ട് നമ്മൾ ഓൺലൈൻ മീഡിയത്തിലൂടെയാണ് ആശയ സംവാദങ്ങൾ നടത്തുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം, അല്ലെങ്കിൽ അതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. കാരണം പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ, റാങ്ക് പട്ടികയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയിച്ചു എങ്കിൽ മാത്രമേ ഞങ്ങൾ അറിയുകയുള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും അറിയിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും അറിയിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. അവരുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്? നമ്മളുടെ ഫസ്റ്റ് 20-25 ഡേയ്സ്, ആദ്യത്തെ ഒരു 20 മുതൽ 25 ദിവസം വരെ നമ്മൾ തീർക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് എത്ര മാർക്കിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ 200 മാർക്കാണ് നമുക്ക് ആകെയുള്ളത്. അല്ലെ, 90 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ടത് 200 മാർക്കിന്റെ ടോപ്പിക്കാണ് പഠിച്ചു തീർക്കേണ്ടത്. എന്നിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പൊ റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ തീർത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് 20-25 ഡേയ്സിൽ നമ്മൾ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് 70 മാർക്കിന്റെ പഠന പദ്ധതിയാണ്. 70 മാർക്ക്, 70 മാർക്ക്. അതെങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും? അതാണ് നമ്മുടെ വിജയവും പരാജയവുമായിട്ട് മാറി വരുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ 2 ടോപ്പിക്കുകൾ എടുക്കുന്നത്. ഒന്ന്, നമ്മൾ എടുക്കുന്നത് ഹിസ്റ്ററി എന്ന ഒരു മേഖലയാണ് എടുക്കുന്നത്. ഒന്ന് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലുള്ള മാർക്ക് എത്രയാണ്? 40 മാർക്കുണ്ട്. കളിയല്ല. മെയിൻ പരീക്ഷയ്ക്ക് 100 മാർക്കിന്റെ ഒരു എഴുത്ത് പരീക്ഷയും ഹിസ്റ്ററിയിൽ നിന്ന് മാത്രമാണുള്ളത്. അപ്പൊ ഇവിടെ എന്തെല്ലാം മരവെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഏൻഷ്യന്റ് പ്ലസ് മെഡീവൽ. ഫസ്റ്റ് ടോപ്പിക് ഏകദേശം 8 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 8 മാർക്ക് ഈ മേഖലയിൽ നിന്നുണ്ടാവും. രണ്ടാമത്തേത് എന്ന് പറയാൻ നേരത്ത് മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മോഡേൺ ഇന്ത്യ, അവിടെയും 8 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ മേഖല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കേരള ഹിസ്റ്ററിയാണ് മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയാണ് നാലാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ മോഡ്യൂളും അവസാനത്തെ മോഡ്യൂളും എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ. ഈ ഒരു മേഖലയിൽ നിന്നുള്ള, ഹിസ്റ്ററി എന്നുള്ള മേഖലയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ മാർക്കാണ് 40 മാർക്കായിട്ടുള്ളത്. ഈ വിഷയം പഠിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം എത്രയായിരിക്കണം, എത്ര ദിവസത്തിനുള്ളിലായിരിക്കണം ഈ 40 മാർക്കിന്റെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യേണ്ടത്? ഈ 40 മാർക്കിന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പുട്ടിന് പീരിയിടുന്നത് പോലെ ഈ വിഷയം പഠിക്കുമ്പോൾ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് മറ്റൊരു വിഷയമാണ്. ആ വിഷയം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അത് മലയാളമാണ്. മലയാളത്തിന്റെ മാർക്ക് എത്രയാണ്? 30 മാർക്കാണ്. അപ്പൊ 40 മാർക്കിന്റെ ഹിസ്റ്ററിയും 30 മാർക്കിന്റെ മലയാളവും കൂടി നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ 70 മാർക്ക് കിട്ടും. ഈ 70 മാർക്ക് നമ്മൾ കവർ ചെയ്യേണ്ടത് 20 മുതൽ 25 ദിവസം വരെയുള്ള ഒരു സമയപരിധിക്കുള്ളിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ പ്ലാൻ എന്നുള്ളത് കൃത്യമായിട്ടൊന്നുകൂടി നമ്മൾ നോക്കുക, അല്ലെ? ഏൻഷ്യന്റും മെഡീവലും കൂടി പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 6 ഡേയ്സ്. 6 ഡേയ്സ് എന്നൊരു ടാർഗറ്റ് നമ്മൾ ഏൻഷ്യന്റും മെഡീവലും അതിനുള്ളിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഓടിച്ചു വായിച്ചൊന്ന് കവർ ചെയ്യാൻ എടുക്കണം. മോഡേൺ ഇന്ത്യ കവർ ചെയ്യണം. മോഡേൺ ഇന്ത്യ കവർ ചെയ്യാനായിട്ട് ഇതിൽ കൂടുതൽ ഉണ്ടാകും. അതിന് നമ്മൾ എടുക്കേണ്ടത് 5 ഡേയ്സ് എടുക്കണം. 5 ഡേയ്സ്.
കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന നേരത്ത് ട്രാവൻകൂർ മുതലിങ്ങോട്ടുള്ള ചരിത്രമാണ്. അധിക സമയം വേണ്ടിയില്ല, എന്നാലും മാക്സിമം ഒരു 4 days നമുക്ക് എടുക്കാം. 4 days മാക്സിമം, ഒരു 4 days മാക്സിമം ആണ് പറയുന്നത്. വേൾഡ് ഹിസ്റ്ററിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ എത്രയുള്ളൂ? 3 ദിവസം മതി വേൾഡ് ഹിസ്റ്ററി പഠിക്കാനായിട്ട്, അല്ലെ? 3 days മതി വേൾഡ് ഹിസ്റ്ററി പഠിക്കാനായിട്ട്. ഇനി ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ കാര്യമായ രീതിയിലൊന്നുമില്ല, എന്നാലും ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാനായിട്ട് നമുക്കൊരു 2 ദിവസം മതിയാവും. അങ്ങനെ നോക്കിയാൽ അത്രയും 6 4 10 10 5 15 15 20 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് തീർക്കാം. ഇനി ഇച്ചിരി സ്ലോയിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 5 ദിവസം കൂടി മതിയാവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ വിഷയങ്ങൾ ഓരോ ദിവസം എടുത്ത് പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി മടുപ്പൊക്കെ തോന്നും. മടുപ്പ് തോന്നുമ്പോൾ ചെയ്യേണ്ട കാര്യം മലയാളം എടുക്കുക. മലയാളത്തിൽ നിന്നുള്ള ഒറ്റപ്പദം ഒരു ദിവസം എടുക്കാം. ഒറ്റ ദിവസം നമുക്ക് ഒറ്റപ്പദം പഠിക്കാനായിട്ട്. അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിപരീത പദങ്ങൾ നോക്കാം. മറ്റൊരു ദിവസം സ്ത്രീലിംഗവും പുല്ലിംഗവും ഏതാണെന്ന് നോക്കാം. ചേർത്തെടുത്ത് നമുക്ക് നോക്കാം, പിരിച്ചെടുത്ത് നോക്കാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇംഗ്ലീഷിൽ തരുന്ന സാധനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല, മലയാളത്തിൽ തരുന്ന സാധനം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് നമുക്ക് 20 ദിവസം കൊണ്ട് ഈ 70 മാർക്കിന്റെ ടോപ്പിക് ഓടിച്ച് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ അവിയൽ പരുവത്തിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടി എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. കാര്യം പഠിക്കുമ്പോൾ പഠിച്ചു തീർന്നു എന്ന് പറയുന്ന ആ ഒരു മേഖല നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന പദ്ധതിയാണ് നമ്മുടെ ബാസിസ് അക്കാഡമി ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുക. അതായത് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതല്ലാതെ നമ്മൾ ഈ തൂമ്പ പണി കേട്ടിട്ടില്ലേ, ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതി ഇവിടെ നിന്നെല്ലാം വലിച്ചെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളാകാതിരിക്കുക. കാര്യം സ്വാർത്ഥത എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് ആ സ്വാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ് സൗജന്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് നൽകാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ കൂടുന്ന ആളുകൾക്കെങ്കിലും ഞങ്ങളുടെ ആ ഒരു ക്വാളിറ്റി കുറച്ചെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അത്തരത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു ദിവസത്തോടുകൂടി പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ന് നിങ്ങൾക്ക് നൽകിയ ടോപ്പിക് എന്ന് പറയാൻ നേരത്ത് ഏൻഷ്യന്റ് എന്നുള്ള മേഖലയിൽ നിന്നുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊരു ടോപ്പിക്കായിരുന്നു നൽകിയത്. ആ ടോപ്പിക്കിൽ നിന്നും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ചോദ്യം, ഒരാൾ ഒരു ചോദ്യം വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ മേഖലയിൽ നിന്ന് വരുന്ന സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ അതിലേക്ക് ചോദ്യങ്ങൾ അയച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്താണ്? നിശബ്ദരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് മറ്റുള്ളവർ അധ്വാനിക്കുന്ന റിസൾട്ട് എടുക്കുന്ന തരത്തിലുള്ള ആൾക്കാർ വരുന്ന ആൾക്കാരാണ്. നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഒരു കൂട്ടുത്തരവാദിത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എടുക്കുന്നവരാകാതിരിക്കുക, കൊടുക്കുന്നവരാകാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. തീർത്തും സൗജന്യമായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS പരിശീലനം നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ഇപ്പോൾ നമ്മുടെ ബാസിസ് അക്കാഡമിയാണ്. ഈ ചുവട് പിടിച്ചുകൊണ്ട് നാളെ മറ്റേതെങ്കിലും സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അത് ഈ മത്സര പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ബാസിസ് അക്കാഡമിയുടെ ഒരു സംഭാവന തന്നെയായിരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി എല്ലാവർക്കും നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഫസ്റ്റ് മോഡ്യൂൾ, അതായത് നമ്മളുടെ ആദ്യത്തെ 70 മാർക്കിന്റെ 3-1 മാർക്ക് നേടുന്ന സ്റ്റഡി പ്ലാനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫോളോ ചെയ്യുവാൻ നമ്മുടെ ഗ്രൂപ്പുകൾ എല്ലാവരും ശ്രമിക്കുക. കാര്യം ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന ചിന്തയോടുകൂടി ബാസിസ് അക്കാഡമി നൽകുന്ന ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.